വിശദമായ വാർത്തകളിലേക്ക്. മാനന്തവാടിയിൽ മയക്കുവെടിവെച്ച തണ്ണീർക്കൊമ്പനെ കർണാടകയിലേക്ക് കൊണ്ടുപോകും. രാമപുരിയിലെ ക്യാമ്പിലേക്കാണ് കൊമ്പനെ മാറ്റുക. ആനയുടെ കാലിൽ പരിക്കേറ്റതായി സൂചനയുണ്ട്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ ഏറെ പണിപ്പെട്ടാണ് മയക്കുവെടിവെച്ചത്. തണ്ണീർക്കൊമ്പനെ കർണാടകയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായിരിക്കുന്നു. രാമപുരിയിലെ ക്യാമ്പിലേക്കാണ് കൊമ്പനെ മാറ്റുക. അതിനിടെ ആനയുടെ കാലിൽ പരിക്കേറ്റതായും സൂചനയുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഏറെ നേരത്തെ, കൃത്യമായി പറഞ്ഞാൽ 15 മണിക്കൂറിലധികം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ ദൗത്യം ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ആദ്യമേ ആനയെ തുരത്താനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചത്. ഉച്ച കഴിഞ്ഞാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള സന്നാഹങ്ങളൊക്കെ നടത്തുകയും മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ CCF പുറത്തിറക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധരെ സ്ഥലത്തെത്തിക്കുകയും മുത്തങ്ങയിൽ നിന്ന് കുങ്കി ആനകളെ കൊണ്ടുവരികയും ചെയ്തു. 200 അംഗ RRT സംഘം വനപാലകരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രത്യേകമായി തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്ത് ഇതിനുള്ള ദൗത്യം തുടരുന്നതിനിടെ ആന ഇടയ്ക്ക് ചതുപ്പിലേക്കും വാഴത്തോട്ടത്തിൽ നിന്ന് കുന്നിൻ മുകളിലേക്കും വീണ്ടും തിരിച്ച് പടക്കം പൊട്ടിച്ച് കുന്നിൻ മുകളിൽ നിന്നും തിരിച്ച് വയലിലേക്കും ഇറക്കി. ഏറ്റവും ഒടുവിൽ വാഴത്തോട്ടത്തിൽ നിന്ന് പടക്കം പൊട്ടിച്ച് ആനയെ പുറത്തു ചാടിച്ചാണ് ഒരു ചതുപ്പിൽ വെച്ച് ആനയ്ക്ക് വൈകുന്നേരം 5:30 മയക്കുവെടി വെച്ചത്. മയക്കുവെടി ഏറ്റ ആന ആദ്യമൊന്ന് മയങ്ങാൻ നോക്കിയെങ്കിലും പിന്നീട് 1-2 ചുവടുകൾ വെച്ച് അവിടെ നിന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അരമണിക്കൂറിന് ശേഷം രണ്ടാമത്തെ മയക്കുവെടിയും ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ആന അല്പം മയക്കത്തിലേക്ക് നീങ്ങിയത്. സന്ധ്യയോടുകൂടിയാണ് ഈ ദൗത്യങ്ങളെല്ലാം നടത്തി മയക്കുവെടി വെച്ചതെങ്കിലും രാത്രിയോടുകൂടി ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടെ ആനയ്ക്ക് ഈ ദൗത്യ സംഘത്തിന്റെ കാര്യങ്ങൾക്കൊക്കെയായി വെളിച്ചം ഒരുക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു ലൈറ്റ് അവിടെ പ്രകാശിപ്പിച്ചപ്പോൾ ഈ പ്രകാശം ഉണ്ടായ ഉടനെ തന്നെ ഈ തണ്ണീർക്കൊമ്പൻ അവിടെ നിന്ന് കുറച്ച് ദൂരം മാറുകയും അതേസമയം കൊണ്ടുവന്ന കുങ്കിയാനകളിൽ ഒന്ന് പ്രകോപിതനാവുകയും ചെയ്തു. കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന കുങ്കിയാന. അതോടുകൂടി ലൈറ്റ് അണയ്ക്കുകയും പിന്നീട് ഈ വെളിച്ചം ഇല്ലാത്തതിനാൽ ദൗത്യം വിജയകരമായ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുമില്ല. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ 5:30 മുതൽ ഇപ്പോൾ ഈ സമയം വരെയുള്ള തീവ്ര ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഈ തണ്ണീർക്കൊമ്പനെ ഒരു വരുതിയിലാക്കി എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഈ ശ്രമത്തിനിടയിലാണ് ആനയുടെ കാലിന് പരിക്കേറ്റതായി കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും കർണാടക വനം വകുപ്പിന്റെ ലിസ്റ്റിൽപ്പെട്ട റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതിനാൽ തന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിന് അവിടെ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇപ്പോൾ നമ്മളുടെ മുത്തങ്ങയിലുള്ള വന്യജീവി സങ്കേതത്തിലുള്ള എലഫന്റ് ആംബുലൻസിലാണ്, ഈ വാഹനത്തിലാണ് ഇപ്പോൾ ആനയെ കർണാടകയിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിരീക്ഷണം നടത്തിയ ശേഷം ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ നൽകും എന്നുള്ളതിനെ കുറിച്ചാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കേരളത്തിലെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഒരു പകലും ഇപ്പോൾ രാത്രി ഈ സമയവും നീണ്ട ഒരു ശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. മാനന്തവാടിയിൽ മയക്കുവെടി വെച്ച തണ്ണീർക്കൊമ്പനെ കർണാടകയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായിരിക്കുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കൊമ്പനെ മയക്കുവെടി വെച്ചത്. രാമപുരിയിലെ ക്യാമ്പിലേക്കാണ് കൊമ്പനെ മാറ്റുക. ആനയുടെ കാലിൽ പരിക്കേറ്റതായും സൂചനയുണ്ട്. ഏറെ നാളായി വയനാടിനെ ഭീതിയിലാഴ്ത്തിയ തണ്ണീർക്കൊമ്പൻ ഒടുവിൽ ആനയെ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ രാമപുരിയിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം. ദൗത്യസംഘവും കുങ്കിയാനകളും അടക്കം നിരവധി പേരാണ് അവിടെ സജ്ജമായിരിക്കുന്നത്. ഷിബു തുടരുന്നുണ്ട്. ഷിബു, ആനയെ ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ രാമപുരിയിലെ ക്യാമ്പിലേക്ക് എത്തിക്കുമോ? ഇവിടെ നിന്ന്, അതായത് ഇപ്പോൾ ഈ ആനയെ കയറ്റിയിരിക്കുന്ന വാഹനം ഉള്ള സ്ഥലം ഒരു മെയിൻ റോഡിൽ നിന്നും ഒരു ഉൾപ്രദേശമാണ്. അതായത് മാനന്തവാടി നഗരപരിധിയിൽ തന്നെയുള്ള ഒരു മണ്ണിട്ട് നികത്തിയ ഒരു വയലിന്റെ പ്രദേശത്താണ് ഇപ്പോൾ ഈ ആനയും ദൗത്യ സംഘവും ഒക്കെ ഉള്ളത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം മാറിയാൽ മാത്രമേ മെയിൻ റോഡിലേക്ക് എത്തുകയുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ ഈ കാഴ്ച കാണാനൊക്കെയായി വന്ന് അവിടെ വാഹനങ്ങളെല്ലാം വലിയ ബ്ലോക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഇടപെട്ട് ഗതാഗത നിയന്ത്രണം നടത്തുന്നുണ്ട്. ഈ
വന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മറ്റ് കാറുകളും മറ്റുമൊക്കെ ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമാണ് ഈ ലോറി ഇവിടെ നിന്ന് കടന്ന് പൊതു നിരത്തിലേക്ക്, അതായത് മാനന്തവാടി നഗരത്തിലെ പ്രധാന പാതയിലേക്ക് എത്തുകയുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറിനകം തന്നെ മാനന്തവാടി നഗരം വിട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ജനങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ വാഹനം മെയിൻ റോഡിലേക്ക് എത്തിക്കുക, അവിടെ നിന്നും കർണാടകയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം ഇനിയുള്ളത്.